ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നമുക്ക് എൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു വീക്ഷണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ രീതിയിൽ ട്രേഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് ആദ്യം നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. പുതിയൊരാഴ്ച തുടങ്ങുന്നതിന് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ആദ്യം തന്നെ യു എസ് മാർക്കറ്റ്സിലേക്ക് പോകുമ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് 387 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ആൻഡ് യു എസ് മാർക്കറ്റ്സിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ വളരെ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന ലക്ഷണമാണ് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, 400ഓളം പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സോ ഡൗൺ ട്രെൻഡിലാണ് യു എസ് മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അതേ കാര്യങ്ങൾ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴും ക്ലോസിംഗ് നോക്കുമ്പോൾ എല്ലാ മാർക്കറ്റ്സും നെഗറ്റീവ്ലിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും അതേ ഒരു ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ടോട്ടലി ഒരു നെഗറ്റീവ് ആൻഡ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കാണ് മാർക്കറ്റ് നിലവിലെ അവസ്ഥയിൽ പോകുന്നതെന്നാണ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിലവിൽ 177 പോയിന്റ് ഡൗൺ സൈഡാണ്. സോ മേ ബി നമുക്കൊരു 150 to 200 പോയിന്റ്സ് ഡൗൺ സൈഡ് മാർക്കറ്റിന് ഒരു ഓപ്പണിങ്ങിലാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം തായ്വാൻ വെയിറ്റഡ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുകയാണ് ക്ലോസിങ്. ആൻഡ് നിക്കി 978 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. സ്ട്രേറ്റ് ടൈംസ് 28 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ഹാക്സങ് 278 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ഓക്കെ, അപ്പം ടോട്ടലി വേൾഡ് മാർക്കറ്റ്സ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു മാർക്കറ്റ് അവസ്ഥ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എന്തായാലും 177 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യാണ്. സോ മേ ബി നമുക്കും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 150 to 200 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന്റെ പോസിബിലിറ്റിയാണ് നിലവിലെ അവസ്ഥയിൽ കാണുന്നത്. ഇനി സാഹചര്യങ്ങൾ മാറാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ 15 മിനിറ്റ് ചാർട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ ഒരു ഓവറോൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്നു. ആ ഡൗൺ സൈഡിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് അപ്പ് സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിച്ചു. അപ്പോൾ മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് കിട്ടാൻ, മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റിനെ ഡിമാൻഡ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള സോണാണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത്. 23,400 to 23,536. ഒരു ലോങ് വ്യൂവിൽ ഒരു 1 മണിക്കൂർ ചാർട്ടിൽ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു സോണാണ് നമ്മൾ ഈ വരച്ച് വെച്ചത്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഏരിയ, ഈ ഒരു സോണിൽ മേ ബി ഒരു ഡൗൺ സൈഡ് മൊമെന്റിന്റെ ഒരു മാർക്കറ്റിനെ ഒരു ഹോൾഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു സോണായിട്ട് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ബട്ട് അവിടെ ഈ ഒരു സോണിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ താഴത്തെ ലിക്വിഡിറ്റി സോൺസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 23,260 ആൻഡ് 23,150 എന്നുള്ള സോണിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതും ആ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല, ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ 22,930 എന്നുള്ള ഒരു സോണിലേക്ക് മാർക്കറ്റ് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസവും ഈ ആഴ്ചയും വളരെ കെയർഫുൾ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കേണ്ട ദിവസമാണ്. ഒരുപാട് വലിയ ട്രേഡ്സ് പുഷ് ചെയ്യാതെ ജസ്റ്റ് വാച്ച് ചെയ്യുക. ആൻഡ് ഇവിടെ നിന്നും ഒരു പ്രോപ്പർ ബൈയിങ് പ്രഷർ വരുവാണെങ്കിൽ ഈ ഹൈസിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,838, 24,000. അപ്പോൾ എന്തായാലും ഈ ഒരു താഴത്തെ ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു സോൺസ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് ഈ ആഴ്ച പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം വളരെ കെയർഫുൾ ആയിട്ട് മാറി നിൽക്കും. ഓക്കെ, പിന്നെ ഒരുപാട് സ്റ്റോക്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. IOC, ആഫ്കോൺസ്, ഓല എന്ന കമ്പനിയുടെ വരുന്നുണ്ട്. അപ്പോളോ മൈക്രോസിസ്റ്റം, ആസ്ട്രൽ, ഡോംസ്, ഗുജറാത്ത് നർമ്മദ വാലി, ജി വെർണോവ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, JSW സിമെന്റ്, പൂർവാങ്കര, സൺഫാർമ, സ്ട്രൈറ്റ്സ് ഫാർമ, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ, ത്രിവേണി ടെർബ്യൂൺ ആൻഡ് സൈഡസ്. ഇത്രയും കമ്പനികളുടെ പ്രധാന കമ്പനികളാണ് ഞാൻ പറഞ്ഞത്. റിസൾട്ടുകൾ വരുന്നുണ്ട്. പിന്നെ റിസൾട്ട് വന്ന കമ്പനികൾ ടാറ്റ സ്റ്റീലിൻ്റെ അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നു. 1,200 കോടിയിൽ നിന്ന് 2,965 കോടിയിലേക്ക് പ്രോഫിറ്റ് പോയിട്ടുണ്ട്. ITC ഹോട്ടലിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ലൈറ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, ബട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് ഫൈനാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 1,152 കോടിയിൽ നിന്ന് 1,835 കോടിയിലേക്ക്. ഗോഡ്ഫ്രൈ ഫിലിപ്സിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. 86% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് 229 നിന്ന് 521 കോടിയിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് പിന്നെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഷെയർ പർച്ചേസ് അഗ്രിമെന്റ് നടക്കുന്നുണ്ട് മെറിഡിയൻ ട്രാൻസ്പോർട്ട്സ് മാരിടോമുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ HFCLന്റെ ആ എക്സ്പോർട്ട് ഓർഡർ, അതായത് 116 കോടി എക്സ്പോർട്ട് ഓർഡർ ഓൾ ഗോയിങ് ആണ് ഒരു സെക്യൂർ ആയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസുമായി ബന്ധപ്പെട്ട്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ RECയുടെയും PFCയുടെയും മെർജറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോസല് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ, ദ്രൗപദി മുർമുവിന്റെ കയ്യിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ അവർ ഓൺഗോയിങ് ആണ്. അറിയായിരിക്കും, മെർജർ ഓൺഗോയിങ് പ്രോസസ്സാണ്. അത് മെർജർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RECയുടെ ഓൾ ലയബിലിറ്റീസ് PFCക്ക് കൈമാറുകയാണ് ഉണ്ടാവുക.
അതിൻ്റെ ഇതിൻ്റെ ഒരു ഓൺഗോയിങ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ന്യൂസായിട്ട് നമുക്ക് മുന്നിൽ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ മാത്രം ശ്രമിക്കാം, കൂടുതൽ എൻട്രീസ് ഒന്നും എടുക്കാതെ. സോ അതായിരിക്കും ഒരു ട്രേഡർ എന്ന നിലയിൽ പക്വമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന ന്യൂസസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ എടുക്കുന്ന ട്രേഡുകളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. സോ താങ്ക് യു.